Hi viewers, Assalamu alaikum. Welcome back to my channel. ഇന്നത്തെ റെസിപ്പി ചീസ് ബോൾസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ബോൾസ് ആണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് 2 cups മൈദ, half teaspoon salt, 2 tablespoon sugar, 2 tablespoon oil, lukewarm milk 3/4 cup, 2 teaspoon baking powder, 2 teaspoon yeast. ഫില്ലിങ്ങിനായി ഞാൻ മൊസറല്ല ചീസും ബേക്കിംഗ് ചോക്ലേറ്റും ആണ് എടുത്തത്. അപ്പോൾ 3/4 കപ്പിൻ്റെ പാലിൽ നമ്മൾ പകുതി എടുത്തിട്ട് അതിലേക്ക് ഈസ്റ്റും ഷുഗറും ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഇടുന്നത് ഈസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ചെറിയ ചൂട് മതി, കൈ ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന ചൂട് മതി. കൂടുതൽ ചൂടാണെങ്കിൽ ഈസ്റ്റിനെ കില്ല് ചെയ്യും. ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2 minutes സൈഡിൽ വെക്കാം. വേറൊരു ബൗളിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ, ബേക്കിംഗ് പൗഡർ, സോൾട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൽ ഓയിലും ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാമറയ്ക്ക് ഫോക്കസിങ് പ്രോബ്ലം കുറച്ചുണ്ട്, അതുകൊണ്ട് സോറി, അത് നിങ്ങളൊന്ന് ക്ഷമിച്ചു തരണം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് മിക്സ്ചറും അയച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള പാലും ഒഴിച്ച് നമുക്ക് നല്ലോണം നീഡ് ചെയ്തെടുക്കാം. 3/4 കപ്പ് പാല് മാത്രം മതി. അത് മൊത്തത്തിൽ നല്ല സോഫ്റ്റ് ഡോ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ പാലൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കൗണ്ടറിൽ നമുക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് നല്ലോണം ഒരു 5 minutes നീഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ തന്നെ കിട്ടും. ആ പാത്രത്തിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരു 1.5 hours ഞാൻ വെച്ചിന്. ഇപ്പോൾ 1.5 hours കഴിഞ്ഞ ശേഷം നമ്മളെ ഡോ നല്ലോണം റൈസായി. നമുക്കിതൊരു 2 minutes ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ ഷ്രെഡഡ് ചീസാണ് എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് ചോക്ലേറ്റ് എടുത്തത്. നിങ്ങൾക്ക് ഗാലക്സിയോ അല്ലെങ്കിൽ കാഡ്ബറി അങ്ങനത്തെ ഏത് ചോക്ലേറ്റും എടുക്കാം. അപ്പോൾ ഒന്ന് നീഡ് ചെയ്ത ശേഷം നമുക്കിത് ബോൾസായി റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ റോൾസ് ആക്കി എടുക്കാം. ഞാനിവിടെ 8 ഇഞ്ച് റൗണ്ട് ബേക്കിംഗ് പാനാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചീസ് ബോൾസ് ഒന്നും പാനിലേക്ക് സ്റ്റിക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറിൽ ഗ്രീസ് ചെയ്യണമെങ്കിൽ ബട്ടറിലും ഗ്രീസ് ചെയ്യാം. നമ്മൾ ബോൾസ് ഇതുപോലെ ഫ്ലാറ്റ് ആക്കി എടുത്ത് നമുക്കതിൽ ചോക്ലേറ്റ് ഇട്ടിട്ട് എല്ലാ സൈഡ്സ് ഒന്ന് പിഞ്ച് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി റോൾ ചെയ്തെടുക്കാം. ഞാൻ നല്ലോണം ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഷ്രെഡഡ് ചീസ് ആയതുകൊണ്ട് ഞാൻ ആദ്യം ആ ചീസ് ഒന്ന് ബോളാക്കി എടുത്തിട്ടാണ് ഞാൻ ഫില്ലിങ്ങിലേക്ക് ഇട്ടത്. ചെറിയ ബോളായിട്ടാണ് ഞാൻ ആക്കിയത്. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതൊന്ന് സൈസ് കൂടും. അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി മതി. അപ്പം നമുക്ക് എല്ലാ ഫീലിങ്ങും ഇട്ടിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഏകദേശം എനിക്കൊരു 16 ബോൾസ് ആണ് കിട്ടിയത് ഈ ഒരു ഡൗ മിക്സ്ചറിൽ. ഇതുപോലെ നമ്മൾ റോൾസ് ആക്കി എടുത്ത് നമുക്കിതൊന്ന് ഒരു 10 to 20 മിനിറ്റ്സ് നമുക്കൊന്ന് ഇത് കവർ ചെയ്ത് വെക്കാം. ഒന്ന് ചെറുങ്ങനൊന്ന് റൈസ് ചെയ്യാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ഞാൻ എഗ് വാഷ് ഒന്ന് മുകളിൽ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന്. പിന്നെ നമുക്ക് സെസ്മേ സീഡ്സ് ഒന്ന് മുകളിലിട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ടും ഉപയോഗിച്ചിന്, ബ്ലാക്കും വൈറ്റും ഉപയോഗിച്ചിന്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യണമെങ്കിൽ ഒരു കളർ ചൂസ് ചെയ്യാം, അതിലൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ടോപ്പ് ഭാഗം ഒന്ന് നല്ല ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പം നമ്മളെ ചീസ് ബോൾസ് ഇവിടെ റെഡിയായി. പുറത്ത് ഭയങ്കര ഹാർഡാണ്, പക്ഷെ ഉള്ളിൽ നല്ല ബന്ന് പോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളെ ചോക്ലേറ്റ് ബോളാണിത്. അതുപോലെ തന്നെ നമ്മളെ ചീസ് ബോൾ.
കണ്ട ഉള്ളിൽ നല്ല ബന്ന് പോലെ സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഡൗൺ ബിലോ. Thank you for watching. Bye.